ജനങ്ങൾക്ക് നൽകിയ ഭൂരിപക്ഷം വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞുവെന്ന് എം.എൽ.എ. ആന്റണി ജോൺ. കെ.സി.ബിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ ആന്റണി ജോൺ, വലിയ പ്രതിസന്ധികൾക്കിടയിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ളതെന്നും കൂട്ടിച്ചേർത്തു. തങ്കളം കാക്കനാട് പാതയുടെ അലൈൻമെന്റ് പ്രായോഗികമല്ലെന്ന് പറഞ്ഞത് കിഫ്ബിയാണെന്നും അതിനാലാണ് പാതയുടെ ദിശ മാറ്റേണ്ടി വന്നതെന്നും പറഞ്ഞ ആന്റണി ജോൺ, 1972 കേന്ദ്ര വന്യജീവി നിയമം മൂലമാണ് ജനങ്ങൾ ഇപ്പോഴും വന്യമൃഗശല്യം നേരിടുന്നതെന്നും കൂട്ടിച്ചേർത്തു. MLA എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്ത് നിരന്തരമായി നമ്മൾ ഇടപെട്ടു. മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. സർക്കാർ ഫണ്ടും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ഏജൻസികളുടെ ഫണ്ടുകളെല്ലാം വിനിയോഗിച്ചുകൊണ്ട് പരമാവധി പ്രദേശങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മണ്ഡലത്തിനകത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴും ഈ പറയുന്ന എന്നോട് ചോദിച്ച ഒരു ചോദ്യം നിൽക്കുകയാണ്. അതായത് ഇത് ശാശ്വത പരിഹാരത്തിന് വേണ്ടി നിയമ ഭേദഗതിയിലടക്കം കൊണ്ടുവരണം. അതെല്ലാവരും കൂടി ചേർന്ന് നടത്തേണ്ട ഒരു പ്രവർത്തനമാണ്. കോതമംഗലം താലൂക്ക് ആശുപത്രി വികസനത്തിനായി ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയ കാര്യം സൂചിപ്പിച്ച ആന്റണി ജോൺ, ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ ആദ്യം പൂർത്തിയാക്കിയത് കോട്ടപ്പടിയിലെ ശുദ്ധജല പദ്ധതിയാണെന്നും ചൂണ്ടിക്കാട്ടി. ആവോൽച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അത്തരം ഒരു പദ്ധതി ആദ്യമായിട്ടാണ്. ഒരു നദിയിൽ നിന്നും വെള്ളം ലിഫ്റ്റ് ചെയ്ത് മറ്റൊരു നദിയിലേക്ക് എത്തിച്ച് അവിടെ നിന്നും പുഴകളിലേക്കും മറ്റുമെല്ലാം വെള്ളം ലഭ്യമാക്കി വിവിധ പ്രദേശങ്ങളിലെ വേനൽക്കാലത്തുണ്ടാകുന്ന ശുദ്ധജല ക്ഷാമത്തിനും കുടിവെള്ള ക്ഷാമത്തിനുമൊക്കെ പരിഹാരം കണ്ടെത്താനുള്ളൊരു പദ്ധതിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായ സ്നേഹമാണ് ജനങ്ങൾ നാളിതുവരെ തനിക്ക് നൽകിയതെന്നും തിരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയം സുനിശ്ചിതമാണെന്നും ആന്റണി ജോൺ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.